ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ സത്യങ്ങളൊക്കെ അറിഞ്ഞു. ആദർശ് എല്ലാ രീതിയിലും ആദർശിനെ മുത്തശ്ശൻ അംഗീകരിക്കുകയും ചെയ്ത് കൂട്ടിക്കൊണ്ടു വരികയൊക്കെ ചെയ്യുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ചെന്നിട്ട്. അങ്ങനെ നാഗേന്ദ്രയാണ് ഇതിനൊക്കെ പിന്നിലെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അബിയുടെ ചതി അങ്ങനെ വലുതായിട്ട് അറിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ അബിക്കും അച്ഛൻ്റെ കാര്യത്തിൽ അബിക്കും അറിവുണ്ടെന്നുള്ള കാര്യം മുത്തച്ഛൻ അറിയുകയാണ്. അതിനൊക്കെ ശേഷവും നമ്മുടെ അവന്തികയുടെ കാര്യം ആരും അറിഞ്ഞിട്ടില്ല. അവന്തികയും അനിയയും കൂടി വിവാഹം നടത്തി കൊടുക്കാൻ തന്നെയാണ് ആദർശും നയനയും മുത്തശ്ശനും എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അതൊരവസരമാക്കി മുതലാക്കാനിരിക്കുകയാണ് നാഗേന്ദ്രയും അതുപോലെ തന്നെ അബിയും അവന്തികയും ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവ്യ ഇതൊരിക്കലും ഞാൻ സമ്മതിച്ച് കൊടുക്കില്ല എന്നൊരു വാശി നവ്യയ്ക്ക് തോന്നുന്നത്. കാരണം അവന്തികയ്ക്കും എല്ലാ വിവരങ്ങളും അറിയാമെന്നും അവന്തിക അനിയയും എല്ലാം ചതിക്കുകയാണെന്നും നവ്യയ്ക്കറിയാം. അതുപോലെ തന്നെ നന്ദുവും അനിയും തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ചിട്ട് നവ്യയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അവരുടെ മനസ്സിൽ ഇപ്പോഴും അതുണ്ട് എങ്കിൽ അത് ശരിക്കും യാഥാർത്ഥ്യമാവണം എന്ന് നവ്യ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഈ വിവാഹ നിശ്ചയം മുടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നവ്യ ചെയ്ത് കൂട്ടുന്നുണ്ട്. ആദർശിനെ കൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം നടക്കില്ല എന്ന് പറയിപ്പിക്കുന്നുണ്ട് നമ്മുടെ നവ്യ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു 100K ആകാനായിട്ട് എല്ലാവരും ഒന്ന് സഹായിക്കണേ. അങ്ങനെ ആദർശും നയനിയും തിരിച്ച് അനന്തപുരിയിലേക്ക് വരികയാണ്. നല്ല സന്തോഷത്തോടു കൂടി തിരിച്ചെത്തുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട് അനിയോട്, അനി ഇനിയിപ്പോൾ ആദർശാണ് MD കസേരയിൽ ഇരിക്കേണ്ടതെന്ന് പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട് തീർച്ചയായും മുത്തശ്ശ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ആദർശേട്ടനാണ് ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യൻ, അല്ലാതെ മറ്റാരുമല്ല. ഞാനന്ന് ആദർശേട്ടന് പകരമായിട്ട് അവിടെയൊന്ന് കയറി എന്നെ ഇരുത്തിയതെങ്കിൽ ഇരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തനാവാൻ ആദർശേട്ടനാണെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അല്ല, നീ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നീ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആദർശ് തന്നെ പറയുന്നുണ്ട് അനിയോട് കുറച്ച് നാൾ കൂടി നീ MD ആയിട്ട് ഇരുന്നോളൂ എന്ന് പറയുക. അങ്ങനെ ഭയങ്കര സന്തോഷമാവുകയാണ് ദേവയാനിക്കും. നയന തിരിച്ചെത്തുന്നതിന് ദേവയാനി നയനയോട് പറയുന്നുണ്ട് മോളെ, നീ ഇവിടുന്ന് നിങ്ങൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി കഴിഞ്ഞ് എനിക്കൊന്ന് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല മോളുടെ കാര്യം ആലോചിച്ചിട്ട്. ഇങ്ങനൊരവസ്ഥയിൽ മോൾ ഇവിടെ ഇല്ലാതിരുന്നാൽ എന്ത് ചെയ്യുമെന്ന്, എൻ്റെ മോളെ എനിക്കിനി നന്നായിട്ട് നോക്കണം, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹമായിട്ട് അങ്ങനെ അതൊക്കെ അങ്ങ് പോവുകയാണ്. ഇതെല്ലാം കഴിയുമ്പം നമ്മുടെ അനിക്കാണെങ്കിൽ വിവാഹ നിശ്ചയം അടുത്ത് വരുവാണ്. അപ്പോൾ വിവാഹ നിശ്ചയം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അനിക്ക് ഇതിൻ്റെ ടെൻഷൻ കാരണം അനിക്ക് പറ്റുന്നേ ഇല്ല. അനിയാണെങ്കിൽ പോയിട്ട് നന്ദുവിനെ കാണുന്നുണ്ട്, നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നന്ദു ഒന്നിനും അടുക്കുന്നില്ല. വീട്ടുകാർ സമ്മതിക്കാതെ അത് നടക്കാൻ പറ്റില്ല എന്ന് തന്നെ നന്ദു പറയുകയാണ്. കാരണം രണ്ട് വീട്ടുകാരെയും ബുദ്ധിമുട്ടിച്ചിട്ട് ഇനി അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല അനി. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. നിൻ്റെ വിവാഹ നിശ്ചയം തീരുമാനിച്ചിരിക്കുന്നത് നിൻ്റെ മുത്തശ്ശനാണ്. മുത്തശ്ശൻ്റെ തീരുമാനങ്ങളെ മറികടക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ എൻ്റെ ജീവിതം എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് എന്താവാനാ നന്ദു. അന്ന് അനാമികയുടെ കാര്യത്തിൽ നിനക്കറിയില്ലേ, മുത്തശ്ശൻ പോയി തീരുമാനിച്ചു, വിവാഹം നടത്തി, എന്നിട്ട് അത് സക്സസ് ആയോ? ഇല്ലല്ലോ. എന്നിട്ട് എന്തായി? അവൾ വീട്ടിലുള്ളവരെ എല്ലാം കൊല്ലാൻ വരെ ശ്രമിച്ചില്ലേ എന്ന് പറയണം. അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഇതങ്ങനെയല്ലല്ലോ, അവന്തികയല്ലേ, അവൾ നിങ്ങളുടെ വീട്ടിലെ തന്നെയല്ലേ, മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട് എന്ത് മനസ്സിലാക്കിയെന്നാണ് നന്ദു പറയുന്നത്? അവളുടെ മനസ്സിൽ എന്തോ കുടിലതയുണ്ട്. അവൾ അയർലൻഡിൽ പോകുന്നതിന് മുമ്പ് വരെ അബിയുടെയും അപ്പച്ചിയുടെയും ഒക്കെ സ്വഭാവം തന്നെയായിരുന്നു അവൾക്കും. പക്ഷേ അയർലൻഡിലൊക്കെ പോയിട്ട് വന്ന് അവൾ നല്ലപിള്ള ചമയാണ്. അതിലൊന്നും ഒരു സത്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നോട് അവൾക്ക് ഇഷ്ടം ഉണ്ടായിട്ടുമല്ല. ഇപ്പം ഞാൻ ആ മൂർത്തീസ് ജ്വല്ലറിയുടെ MD കസേരയിൽ ഇരിക്കുന്നത് കൊണ്ടും അതുപോലെ അനന്തപുരിയിലെ സ്വത്തുക്കൾ സ്വന്തമാക്കാനും വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നവീനുമായിട്ടുള്ള വിവാഹത്തിന് അവൾ സമ്മതിച്ചല്ലായിരുന്നോ? പിന്നെ ഇപ്പം ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി എന്നോട് അവൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിലൊക്കെ എന്തോ ചതിയുണ്ടെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട് അതൊക്കെ നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് തോന്നുന്ന നീ എന്നോട് ഇനി ഒന്നും സംസാരിക്കേണ്ട, എനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്ന് നന്ദു പറയാം. അതിനുശേഷം നവീനോട് പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനാമിക എങ്ങനെയെങ്കിലും ഒന്ന് അറിയിച്ച് ഈ വിവാഹം മുടക്കാനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. നവീൻ അപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഈ വിവാഹം മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ പെണ്ണാണ് നന്ദു. നിനക്ക് ഈ വിവാഹം മുടക്കിയിട്ട് വേണം നന്ദുവിനെ വിവാഹം കഴിക്കാൻ. നിൻ്റെയും അവന്തികയുടെയും ഈ വിവാഹം നടക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയാം. അതേസമയം നമ്മുടെ
അനാമിക ഈ വിവരം അറിയാണ് കേട്ടോ. അപ്പോൾ അനാമികയും വേണുവും രേവതിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനന്തപുരിയിലെ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അനാമികയോട് പറയുന്നുണ്ട് വേണു, എടി നീ ഇങ്ങനെ ഇരുന്നോ, നിനക്ക് ഡിവോഴ്സ് പോലും കിട്ടിയിട്ടില്ല, ഒരു കോമ്പൻസേഷനും കിട്ടിയിട്ടില്ല, അന്ന് കിട്ടുന്നത് മേടിച്ചുകൊണ്ടാണ് ഡിവോഴ്സ് കൊടുക്കാൻ പറഞ്ഞപ്പം നീ പിന്നെയും അത് നീട്ടിക്കൊണ്ട് പോയി. പക്ഷേ ദേ ഇപ്പം കണ്ടോ അവൻ്റെ വിവാഹ നിശ്ചയം അവിടെ നടക്കുക. ആ അവന്തിക എന്ന് പറയുന്ന ആ പെണ്ണുമായിട്ട് വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരിക്കുക. അടുത്ത ദിവസം തന്നെ അത് നടക്കും. പിന്നെ നിനക്ക് എന്ത് വിലയുള്ളൂ, എന്ത് കോമ്പൻസേഷൻ അവർ തരുന്നത്? ഈ നാട്ടിൽ നിയമത്തിനും നീതിക്കും ഒന്നും ഒരു വിലയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അവന്തിക്ക് പറയുന്നുണ്ട്, അത് നവീൻ വക്കീൽ പറഞ്ഞിട്ടാണ് ഞാൻ ആ കോമ്പൻസേഷൻ്റെ കാര്യം പറഞ്ഞതും ഡിവോഴ്സ് നീട്ടിക്കൊണ്ട് പോയതും ഒക്കെ എന്ന് പറയുകയാണ്. എങ്കിൽ നീ നവീനെ തന്നെ പോയി കാണ്, എങ്ങനെയെങ്കിലും നിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. ഈ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല അനാമികയെ. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വേണു പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അനാമികയും ചിന്തിക്കുക, ഇത് ശരിയാണല്ലോ, അങ്ങനെ പോയി ഞാൻ നിയമപരമായിട്ട് ഒരു ഡിവോഴ്സ് കൊടുക്കാത്തിടത്തോളം കാലം അനിയുടെ വിവാഹ നിശ്ചയം അവിടെ നടത്താൻ അവർക്ക് എന്ത് ധൈര്യമുള്ളത്? അങ്ങനെയാണ് എൻ്റെ കോമ്പൻസേഷൻ തന്നെ എന്നെ ഒഴിവാക്കണ്ടേ എന്നൊക്കെ ചിന്തിച്ച് നേരെ നവീനെയാണ് പോയി കാണുന്നത് അനാമിക പോയി നവീനെ കണ്ട് നവീനോട് ഇതൊക്കെ പറയുക. അപ്പം നവീൻ പറയുന്നുണ്ട്, നവീൻ എങ്ങനെയെങ്കിലും അനാമിക ചെന്ന് വിവാഹം മുടക്കരുതെന്നുള്ളതാണേ. അപ്പം നവീൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് അനാമികയെ ഞാൻ പറയാം, നീ ഇപ്പോൾ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കരുത്, ഇത് വിവാഹമല്ല, വേറൊരു വിവാഹ നിശ്ചയം മാത്രമാണ്. ഇപ്പം ഡിവോഴ്സ് ആയില്ല എന്നുണ്ടെങ്കിലും ചെറുത് വിവാഹ നിശ്ചയമൊക്കെ നടത്തി വെക്കുന്നതിന് കുഴപ്പമില്ല. അതുമല്ല നിങ്ങൾ തമ്മിൽ ഡിവോഴ്സിന് കരാറൊക്കെ ഒപ്പിട്ടിരിക്കുന്നതല്ലേ, ഇനിയിപ്പോൾ കിട്ടിയാൽ മതി. അത് ഈ കോമ്പൻസേഷൻ്റെ ഒരു കാര്യത്തിൻ്റെ പേരിലല്ലേ ഇത് നീണ്ടു പോകുന്നത്. അല്ലാതെ അനാമികയ്ക്ക് അനിയുടെ കൂടെ ഒന്നിച്ച് ജീവിക്കാനൊന്നും താല്പര്യമില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് അവൻ്റെ കൂടെ ഇനി ഒന്നിച്ച് ജീവിക്കുമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മറ്റൊരു റിലേഷനെ കുറിച്ചിട്ട്, അതിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെ അനാമിക പറയുക. അപ്പം നവീൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ദയവ് ചെയ്ത് പോയി ഈ വിവാഹ നിശ്ചയം മുടക്കരുത്, എങ്ങനെയെങ്കിലും ആ വിവാഹ നിശ്ചയം നടക്കട്ടെ. വിവാഹം നടക്കാതെ നമ്മൾ നോക്കിയാൽ പോരെ, അതിനു മുമ്പ് നമുക്ക് കോമ്പൻസേഷൻ വാങ്ങി ഡിവോഴ്സ് വാങ്ങിക്കാം. ഇപ്പോൾ ചെന്ന് നീ അവിടെ പ്രശ്നം ഉണ്ടാക്കിയാലേ അവർ പിന്നെ നിനക്ക് ₹1 കോമ്പൻസേഷൻ കാര്യമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, തരില്ല. എങ്ങനെയെങ്കിലും അവർ നിന്നെ ഒഴിവാക്കുകയേ ചെയ്യുള്ളൂ. അതിൽ നല്ലത് ഇപ്പം ഈ വിവാഹ നിശ്ചയം അങ്ങ് നടന്നു പോട്ടെ. അനിയുടെ മുത്തശ്ശനും മറ്റുമൊക്കെ തീരുമാനിച്ചാൽ വെറുതെ അവർക്ക് നാണക്കേടുണ്ടാക്കാൻ നിന്നാൽ അവർ പിന്നെയും വാശി പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ട. വിവാഹ നിശ്ചയത്തിന് ശേഷം വിവാഹം നടക്കുന്നതിന് മുമ്പ് നമ്മൾ കാശ് എണ്ണി ചോദിച്ച് മേടിക്കണം. അതാ നീ ചെയ്യേണ്ടത്. നിനക്ക് ലാഭം കിട്ടുന്ന ഏർപ്പാടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോഴും അനാമികയെ നീ ഓർക്കണം, നിൻ്റെ വക്കീലല്ല ഞാൻ അനിയുടെ വക്കീലാണ്. എന്നിട്ടും നിനക്ക് ഈ ഉപദേശങ്ങളൊക്കെ തരുന്നതേ നിൻ്റെ നന്മയെ കരുതിയിട്ടാ എന്ന് പറയാണ്. അപ്പോൾ അത് അനാമിക അങ്ങ് വിശ്വസിക്കുകയാണ്. ശരി, അതുകൊണ്ട് വിവാഹ നിശ്ചയം മുടക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അനാമിക പോവാം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നവ്യയ്ക്ക് മനസ്സിലിങ്ങനെ ഈ വിവാഹ നിശ്ചയം അടുത്ത് വരുന്നു. വീടൊക്കെ അലങ്കരിക്കുകയാണ്. വീടെല്ലാം അലങ്കരിക്കുന്നു. വിവാഹ നിശ്ചയത്തിന് എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ്. അതുപോലെ തന്നെ അനന്തപുരിയിൽ ഒരു പൂജയും നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശന് എല്ലാ കാര്യത്തിനും ഒരു പൂജയുണ്ട്. അപ്പോൾ ആദർശും നയനയും തിരിച്ചെത്തി. പിന്നെ വിവാഹ നിശ്ചയം അതിനൊക്കെ മുൻപായിട്ട് ഒരു പൂജ നടത്താനായിട്ട് മുത്തശ്ശൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു പൂജ നടക്കുന്നു. പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ അവന്തികയും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പൂജയുടെ സമയമാകുമ്പോഴേക്കും നവ്യ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, പൂജയൊക്കെ നടക്കുന്നുണ്ട്, ഇവളുടെ വിവാഹ നിശ്ചയം നടത്താൻ. അവന്തികയുടെ അഹങ്കാരം കാണുമ്പോൾ നവ്യയ്ക്ക് സഹിക്കില്ല. നവ്യ മനസ്സിൽ വിചാരിക്കുക, അവളുടെ വിവാഹ നിശ്ചയം നടക്കില്ല, അവളും അനിയും കൂടെ ഒന്നാവാൻ ഞാൻ സമ്മതിക്കില്ല. അനിയുടെ മനസ്സിൽ നന്ദുവിൻ്റെ മനസ്സിൽ അനിയും മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പം അവരുടെ പ്രണയം സത്യമാണ്. അങ്ങനെയാണെങ്കിൽ അവരൊന്നിക്കണം. അല്ലാതെ ഇവളെപ്പോലെ ഒരു ദുഷ്ട ഇവൾ ചതിക്കുക എല്ലാവരെയും കൂടെ നിന്ന്, എന്നിട്ട് അനിയെ കൂടി ചതിക്കുക. അങ്ങനെ ഒരുത്തി അനിയുടെ ഭാര്യയാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ മനസ്സിലിങ്ങനെ നവ്യ വിചാരിക്കുന്നുണ്ട്. അവിടെ പൂജയൊക്കെ നടക്കുന്ന സമയം അനി ഭയങ്കര ടെൻഷനിലാണ്. പൂജയൊക്കെ അല്ലേ. അനിയാണ് റൂമിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അനിക്ക് ആകെ ദേഷ്യമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അവന്തികയാണെങ്കിൽ നല്ലതായിട്ട് ഒരുങ്ങി കെട്ടി ചെല്ലുകയാണ് അനിയുടെ അടുത്തേക്ക്. എന്നിട്ട് ഭയങ്കര കൊഞ്ചിക്കുഴഞ്ഞ് അനിയെ വിളിക്കുകയാണ്. അനിയേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ച് ചെന്നിട്ട് അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്താ എന്ന് ചോദിക്കുക. അല്ല, അനിയേട്ടൻ ഒരുങ്ങിയൊന്നുമില്ലേ, താഴെ പൂജയൊക്കെ തുടങ്ങുന്ന സമയമായി, അങ്ങോട്ട് വാ എന്ന് പറയുക. അപ്പോൾ അനി പറയുന്നുണ്ട്, നീ ഒന്ന് പോകുന്നുണ്ടോ, വെറുതെ മനുഷ്യനെ ശല്യപ്പെടുത്താതെ, എന്തിനുള്ള പൂജയത് എന്ന് ചോദിക്കുക. അയ്യോ, അത് മുത്തച്ഛൻ ആദർശേട്ടനും നയനിച്ചിയും തിരിച്ചെത്തിയതിൻ്റെയും പിന്നെ നമ്മുടെ വിവാഹ നിശ്ചയത്തിന് മുൻപ് ആയിട്ട് നടത്തുന്ന ഒരു പൂജയാണ് എന്ന് പറയണം.
അപ്പോൾ അനി പറയാ പൂജയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നീ അങ്ങ് പൊക്കോ, നീ എന്തിനാ ഇപ്പം എന്നെ വന്ന് വിളിക്കുന്നേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ അവിടെ നിന്നിട്ട് അവന്തിക പറയാം, അത് അനിയേട്ടൻ ഇപ്പോഴും എന്നോട് ദേഷ്യ, 2 ദിവസം കൂടിയേ ഉള്ളൂ വിവാഹ നിശ്ചയത്തിന്, എന്നിട്ടും അനിയേട്ടൻ എന്നോട് ഭയങ്കര ദേഷ്യമാണ്, ഇങ്ങനെ ആയാൽ എങ്ങനെയാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നതെന്ന് ചോദിക്കുക. പനി പറഞ്ഞു, ആരൊന്നിച്ച് ജീവിക്കുന്നു, എനിക്ക് നിൻ്റെ കൂടെ വിവാഹം കഴിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞില്ലേ, നാണമില്ലേ നിനക്ക്, എന്നിട്ടും പിന്നെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കാൻ, നിനക്ക് പറഞ്ഞൂടെ മുത്തച്ഛനോട് ഈ വിവാഹ നിശ്ചയം നടക്കില്ല എന്ന്. അയ്യോ ഞാനെങ്ങനെ അനിയേട്ടാ അങ്ങനെ പറയുന്നത്, ഇനിയിപ്പോൾ അനിയേട്ടന് ഇഷ്ടമില്ലെങ്കിൽ വിവാഹ നിശ്ചയം നടത്തണ്ട, മുത്തച്ഛനോട് അനിയേട്ടൻ തന്നെ പറ എന്ന് പറയാണ്. അപ്പോൾ അനി പറയാം, ഞാൻ പറഞ്ഞതാ പല പ്രാവശ്യം, പക്ഷെ ആരും അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല, അല്ല മുത്തശ്ശൻ വിചാരിക്കുന്ന പോലെ അങ്ങ് നടക്കണം എന്നാണ് പറയുന്നത്, അനാമികയുടെ കാര്യത്തിലും അങ്ങനെ നടന്നിട്ട് ഇപ്പം ഞാനല്ലേ അനുഭവിക്കുന്നത്, ഈ വിവാഹ നിശ്ചയം നടക്കില്ല എന്ന് പറയാം. അപ്പോൾ അവന്തിക ചോദിക്കുക, അതെന്താ അനിയേട്ടാ അങ്ങനെ പറയുന്നത്, അനിയേട്ടൻ എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്ന് പറയാം. നീ ഇപ്പം വലിയ നല്ല പിള്ള ചമയാനൊന്നും നിൽക്കല്ലേ എന്ന് അനി പറയാണ്. നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഇവിടുന്ന് ഇപ്പോൾ അയർലൻഡിൽ പഠിക്കാൻ പോയി കഴിഞ്ഞ് വന്നപ്പോഴല്ലേ ഈ നല്ല പിള്ളർ ചമയല്, അതിനു മുമ്പ് നീ ആരായിരുന്നെന്നും നിൻ്റെ സ്വഭാവം എന്താണെന്നും എനിക്കറിയാം, ഇപ്പോഴും നീ മാറിയിട്ടൊന്നുമില്ല, ഇപ്പം ഞാൻ MD ആയപ്പോഴല്ലേ നിനക്ക് എന്നെ വിവാഹം കഴിക്കണമെന്ന് തോന്നിയത് എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ അവന്തിക്ക് പറയാം, അയ്യോ അനിയേട്ടാ അങ്ങനെയൊന്നുമല്ല, ആ നവീനുമായിട്ടുള്ള വിവാഹം വന്നപ്പം അത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ, അത് കഴിഞ്ഞ് അയാൾ എന്നെ നിഷ്കരണം തള്ളിയപ്പോഴേക്കും പിന്നെ അതിന് നല്ലൊരു ആലോചന അത് വേണമെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ട് അനിയേട്ടനെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചേ. അപ്പോൾ അനി പറയാതെ മിണ്ടിപ്പോരുത്, നിനക്ക് ഇതിലും നല്ല എന്നെക്കാളും നല്ല പയ്യന്മാരെ കിട്ടുകയഞ്ഞിട്ടൊന്നും അല്ലല്ലോ എന്നെ തന്നെ നീ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചത്, അപ്പം നിൻ്റെ മനസ്സിൽ ദുരുദ്ദേശമില്ലേ എന്ന് ചോദിക്കുക. അയ്യോ എൻ്റെ മനസ്സിൽ ഒരു ദുരുദ്ദേശമില്ല, അനിയേട്ടൻ്റെ മനസ്സിലാണ് ദുരുദ്ദേശമുള്ളത്, അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം. അപ്പം അനി ചോദിക്കുന്നുണ്ട്, അതെന്താടി, എന്താണെന്ന് നീ പറ. അതെ ആ നന്ദു അല്ലേ അനിയേട്ടൻ്റെ മനസ്സിൽ, അതുകൊണ്ടല്ലേ അനിയേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവാത്തത്, മറ്റൊന്നും അല്ലല്ലോ നന്ദു അല്ലേ എന്ന് ചോദിക്കുക. അതെടി ആണെങ്കിൽ നിനക്ക് എന്താ എന്ന് ചോദിച്ച് മുറിയിൽ നിന്ന് പിടിച്ച് ഒരു തള്ളു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ അവന്തിക്ക് തള്ളി ഇറങ്ങിപ്പോയി താഴോട്ട് വീണ് എഴുന്നേറ്റ് കരയുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ദേവയാനി അങ്ങോട്ട് വരിക. അപ്പോൾ ദേവയാനി ചെന്ന് വെച്ചാൽ അവന്തിയെ വിളിക്കുക, അയ്യോ മോളെ അവന്തികെ, എന്താ മോളെ എന്ത് പറ്റി, എന്താ അനി എന്താ പറഞ്ഞത് മോളോട്, അനി എന്താ മോളെ വല്ലതും ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവന്തിക അങ്ങ് പൊട്ടിക്കരയുക. അവന്തിക പൊട്ടിക്കരഞ്ഞിട്ട് പറയാം, അയ്യോ വല്യമ്മ അങ്ങനെയാണ്, അനിയേട്ടൻ എന്നോട് ഇഷ്ടമില്ല, അനിയേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു ആണെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്, വിവാഹ നിശ്ചയത്തിന് ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ, എന്നിട്ടും അനിയേട്ടൻ ഇപ്പോഴും ദേഷ്യമാണ്, അങ്ങനെയായാലും എങ്ങനെയാണ് എന്നൊക്കെ പറയാം. വല്യമ്മ തന്നെ ചെന്നിട്ട് ഒന്ന് പറയണം ആദർശേട്ടനോട്, അനിയേട്ടനെ ഒന്ന് ഉപദേശിക്കാൻ, നൈനച്ചിയോടും പറയണം ആ നന്ദുവിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും ദേവയാനി, ശരി ഞാൻ ചെന്ന് ആദർശിനോടും നൈനയോടും ഒക്കെ സംസാരിക്കാം, അനിയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാൻ ഞാൻ പറയാം എന്നൊക്കെ പറയാം. എന്നിട്ട് ആദർശിൻ്റെയും നൈനയുടെയും മുറിയിലേക്ക് ചെല്ലുകയാണ് ദേവയാനി. ചെന്നിട്ട് പറയുന്നുണ്ട്, അതെ മോനെ ആദർശേ, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്, അനിയുടെ വിവാഹ നിശ്ചയം അടുത്തില്ലേ, എന്നിട്ടും അനിയുടെയും അവന്തികയുടെയും ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ മാത്രമാണ്, അവന്തികയോട് അവനൊരു താല്പര്യവും ഇല്ല, ഇപ്പോഴും അവൾ ആ മുറിയിൽ പോയി ചെന്നപ്പം അവളെ ഒരുപാട് ചീത്ത പറഞ്ഞ് അവനെ ഇറക്കി വിട്ടു, ആ കുട്ടി നിന്ന് കരയുകയാണ്, അതിൻ്റെ ഒരു കഷ്ടകാലം നോക്കണേ എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ആദർശ ചോദിക്കുകയല്ല അതെന്താ പ്രശ്നം, അല്ല അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടല്ലേ അവന് അവന്തികയോട് താല്പര്യമില്ലാത്തത് എന്ന് പറയാണ്. അപ്പോൾ ആദർശ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഞാൻ അവനോട് സംസാരിച്ചതാ, അപ്പോഴും അവന്തികയെ അവൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ല നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ട് അവൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ലെന്ന് പറയാം. അപ്പം നയനയോടായിട്ട് ദേവയാനി പറയാം, മോളെ നയനെ, നീ നന്ദുവിനോടും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അനിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ, മുത്തശ്ശൻ തീരുമാനിച്ചല്ലേ ഈ വിവാഹം, അതിനി നടക്കാതിരുന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് അനിയെ നന്ദുവിനെ നിങ്ങളൊന്ന് ഉപദേശിക്കണം, എങ്ങനെയെങ്കിലും അവന്തികയുടെയും അനിയുടെയും വിവാഹ നിശ്ചയം നടക്കണം, അവൻ വിവാഹ നിശ്ചയത്തിനൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാ ഞാൻ ആ കാര്യമൊക്കെ സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി പോയി കഴിയുമ്പം ആദർശും നയനയും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, എന്താ ഇത് അനിയോട് നമ്മൾ പറഞ്ഞതല്ലേ ഈ കാര്യത്തെക്കുറിച്ച്, മുത്തച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതല്ലേ, അത് നടക്കേണ്ടതാ, പിന്നെ അവനിങ്ങനെ വാശി പിടിച്ച് എങ്ങനെ ആദർശേട്ടാ, വിവാഹ നിശ്ചയത്തിന് ഇനി അധിക ദിവസവും ഇല്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞതല്ലേ, ഇനിയും വിളിച്ച് പറയുമ്പോൾ അവന് വാശി കൂടും ദേഷ്യം കൂടും, ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ നന്ദുവാ ഉള്ളത്,
പക്ഷേ അത് നടക്കാൻ പോകുന്നില്ലല്ലോ. രണ്ട് വീട്ടുകാർക്കും താല്പര്യമില്ലാതെ അത് നടക്കാനൊന്നും പോകുന്നില്ല. മാത്രമല്ല മുത്തശ്ശൻ്റെ തീരുമാനം ഇത്, അതിന് നമ്മൾ കൂട്ടു നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നയനിയും പറയാം, ശരി ആദർശേട്ടാ, അതിനെതിര് പറയാൻ നിൽക്കണ്ട. അനിയും നിന്നന്തുവും കാര്യങ്ങളൊക്കെ പതുക്കെ മറന്നോളും. പക്ഷേ അനി അവന്തികയുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് തയ്യാറാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ മുത്തശ്ശന് ഭയങ്കര വിഷമാവും. നമുക്ക് ഈ സമയത്ത് അതിനെക്കുറിച്ചിട്ടൊന്നും അനിയോട് ഇനി സംസാരിക്കാൻ പോകണ്ട. അവൻ വാശി കയറി ഇന്നാൾ ചെയ്തതുപോലെ എന്തെങ്കിലും ചെയ്താലോ എന്ന് പറയാം. അപ്പം ആദർശം പറയുന്നുണ്ട്, അത് ശരിയാ, ഇനി അവനോട് സംസാരിക്കാൻ പോകണ്ട, അവൻ എല്ലാം സമ്മതിക്കായിരിക്കും, മുത്തശ്ശനെയൊന്നും അവനെ എതിർക്കാൻ പോകുന്നില്ല എന്ന് പറയാം. അനിയാണെ ആകെ ദേഷ്യം വന്ന് കാലി പിടിച്ചിങ്ങനെ നിൽക്കുകയാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ നവ്യാണെങ്കിൽ ഇങ്ങനെ അവന്തികയെ വാച്ച് ചെയ്യുക. അപ്പോൾ അവന്തികയെ നാഗേന്ദ്ര വിളിക്കുന്നുണ്ട്. നാഗേന്ദ്ര വിളിച്ച് കഴിയുമ്പോഴേക്കും അവന്തിക പറയുന്നുണ്ട്, ശരിയാച്ചാ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയാം. അപ്പോൾ ഇത് കേൾക്കുന്നുണ്ട് നമ്മുടെ നവ്യ പറയാണ്, മനസ്സിൽ വിചാരിക്കുക, ഇവള് പോവാണ് ഇവിടെ അച്ഛനെ കാണാൻ, ഇതൊരു നല്ല അവസരമാണ്, ഇവള് നാഗേന്ദ്രയും തമ്മിൽ ബന്ധമുണ്ടെന്നും അങ്ങനെ അവരുടെ രണ്ടിൻ്റെ പ്ലാനിങ് ആണ് ഈ വിവാഹം എന്നും ഉള്ള വിവരം മുത്തശ്ശനെ അറിയാത്ത ആദർശേട്ടനെ അറിയിച്ചാൽ ഈ വിവാഹ നിശ്ചയം മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാനും പോവാമെന്നും പറഞ്ഞ് അവന്തിക പോകുന്ന പുറകെ നവ്യെ ഒരു ഓട്ടോയിൽ പോവാണ്. പോയി കഴിയുമ്പം അവന്തിക പോയി നാഗേന്ദ്രനെ ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നുണ്ട്. അത് കണ്ട് അവർ സംസാരിക്കുക. അപ്പോൾ അവിടെ തന്നെ ചെന്നിട്ട് നവ്യ ഒളിഞ്ഞു നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, ഇവരുടെ സംസാരം മുഴുവനും. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കണ്ട, അനി അങ്ങനെ നിന്നോട് പെരുമാറിയെങ്കിലും അവനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കുക ഉറപ്പാണ് എന്ന് പറയുമ്പോൾ അവന്തിക പറയുക, എന്ത് ഉറപ്പാണ്, അവിടെ ഇപ്പം ഒരുമാതിരി ഞാനിന്നെ കളി പോലെയല്ലേ ഞാനും അഭിയേട്ടനും ഒക്കെ നിൽക്കുന്നത്, സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് പുറത്താകും. പക്ഷേ ദേ ഇപ്പോൾ അനിയേട്ടൻ എന്നോട് ഭയങ്കര ദേഷ്യമാണ്, ഇന്നും എന്നെ ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ടു, വിവാഹ നിശ്ചയത്തിന് വരുമോയെന്ന് തന്നെ സംശയ എന്ന് പറയുമ്പം ഉടനെ നാഗേന്ദ്ര പറഞ്ഞു കൊടുക്കുക, അവൻ വരണം, വരാതിരുന്നാൽ ശരിയാവില്ല, അവൻ്റെ സ്വത്തുക്കളും അവൻ്റെ MD സ്ഥാനവും നമ്മൾ കണ്ടിരിക്കുന്നത്, ഇനിയിപ്പോൾ അവൻ വഴിയാണ് അച്ഛൻ ആ കുടുംബത്തെ കീഴടക്കാൻ പോകുന്നത്, ആ അനന്തമൂർത്തിയെ തോൽപ്പിക്കാൻ പോകുന്നത്, അതുകൊണ്ട് മോള് എന്ത് ത്യാഗവും സഹിക്കണം, അവൻ പറയുന്നതൊക്കെ നീ കേട്ടില്ല എന്ന് തന്നെ അങ്ങ് വിചാരിച്ചാൽ മതി എന്ന് പറയാം. അവന്തിക സമ്മതിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നീ അവനോട് ചെന്ന് പറയണം, ഈ വിവാഹ നിശ്ചയത്തിന് തൽക്കാലം ഒന്ന് സമ്മതിക്കുക, വിവാഹം ആകുമ്പോഴേക്കും അവൾ ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞോളാം എന്ന രീതിയിൽ നീ സംസാരിക്കണം എന്ന് പറയാണ്. അപ്പം അവന്തിക്ക് പറയാൻ, ശരി അച്ഛൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്യാം, എല്ലാം നമ്മുടെ ട്രിക്കാണെന്നുള്ള വിവരം അവരാരും അറിയാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുക. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, ഇല്ല മോളെ, ഇതാ നമ്മുടെ ഒരു കച്ചിത്തുരുമ്പ്, അതുകൊണ്ട് ഇത് വിട്ട് കളയരുത്, നീ എങ്ങനെയും അനിയെ വിവാഹം കഴിക്കണം എന്ന് പറയാം. അപ്പം ഇതെല്ലാം നമ്മുടെ നവ്യ കേൾക്കുന്നുണ്ട്, നവ്യ വീഡിയോയോ എടുക്കുന്നുണ്ട്. അതിനുശേഷം അവന്തിക തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്, നവ്യയും തിരിച്ച് വരിക. അപ്പം നവ്യ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, ഇവളെ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഈ വിവാഹ നിശ്ചയമാണ് ആയി, വിവാഹ നിശ്ചയത്തിൻ്റെ അന്നായി, അതുകൊണ്ട് തന്നെ ഈ വിവരം ഒട്ടനെ തന്നെ ആദർശേട്ടനെ അറിയിക്കണം, ആദർശേട്ടൻ ഈ വീഡിയോ വിടണം, ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആദർശേട്ടൻ ഈ കാര്യം കണ്ടു കഴിഞ്ഞാൽ ഈ വിവാഹ നിശ്ചയം എന്തായാലും മുടങ്ങും, അനിയെ ചതിക്കുകയാണെന്നും കുടുംബത്തെ ഇവള് ചതിക്കുകയാണെന്നും മനസ്സിലാക്കണം എന്ന് നവ്യ മനസ്സിൽ വിചാരിക്കാം. അങ്ങനെ വിവാഹ നിശ്ചയം ദിവസം എത്തി. അവന്തിക വീണ്ടും വന്നിരിക്കുകയാണ്. അനിയുടെ തലേദിവസം അനിയുടെ റൂമിലേക്ക് വന്നിരിക്കുക. വന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, അനിയേട്ടൻ നാളെ വിവാഹ നിശ്ചയത്തിന് ഇറങ്ങുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനി പറയാം, ഇല്ല ഞാൻ വരില്ല, ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ വരില്ല എന്ന് പറയുക. അപ്പോൾ അവന്തിക്ക് പറയുന്നുണ്ട്, അനിയേട്ട എനിക്ക് വേണ്ടി അനിയേട്ടൻ ഇറങ്ങണം, അനിയേട്ടൻ എന്നെ വിവാഹം കഴിക്കുകയൊന്നും വേണ്ട, അനിയേട്ടൻ്റെ മനസ്സിൽ ഞാനില്ലെങ്കിൽ പിന്നെ ഞാൻ എത്ര നിർബന്ധം പിടിച്ച് അനിയേട്ടനെ വിവാഹം കഴിച്ചിട്ടും കാര്യമില്ല, നമ്മുടെ ജീവിതം ശരിയാകാനൊന്നും പോകുന്നില്ലെന്ന് പറയുക. അപ്പം അനി പറയുന്നുണ്ട്, ആ ബോധ്യം നിനക്കുണ്ടല്ലോ, പിന്നെ എന്തിനാ നീ എൻ്റെ പുറകെ നടക്കുന്നത്? അപ്പോൾ അവന്തിക്ക് പറയാം, അത് അനിയേട്ടാ മുത്തശ്ശൻ തീരുമാനിച്ചതല്ലേ, എല്ലാവരെയും വിളിച്ചതുവാ, ഇനിയിപ്പോൾ ഇതിങ്ങ് നടന്നു പോട്ടെ, അനിയേട്ടൻ വിവാഹ നിശ്ചയത്തിന് എത്തണം, എൻ്റെ കയ്യിൽ മോതിരം ഇടണം, അതിനുശേഷം ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം, വിദേശത്തേക്ക് തന്നെ ഞാൻ പോവാ ജോലിക്കായിട്ട്, അതുകൊണ്ട് പിന്നെ നമ്മുടെ ബന്ധം നടക്കില്ല എന്നും ഞാൻ മറ്റാരെങ്കിലും വിവാഹം കഴിക്കാൻ എനിക്കിഷ്ടമാണെന്നും ഉള്ള കാര്യം അറിയിച്ചേക്കാം, ഈ വിവാഹ നിശ്ചയം നടക്കട്ടെ, ഏതായാലും ഡിവോഴ്സ് കിട്ടിയിട്ടില്ല അനിയേട്ടന്, വിവാഹം നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം, ഞാൻ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എല്ലാവരെയും, തൽക്കാലം അനിയേട്ടൻ ഇറങ്ങി വരണമെന്ന് പറയണം. അപ്പോൾ അനി സമ്മതിക്കുക, എന്നാൽ ശരി, അതുകൊണ്ട് വിവാഹ നിശ്ചയത്തിന് മുമ്പിൽ മുത്തശ്ശൻ നാണം കെടാതിരിക്കാൻ ഞാൻ വേഷം കെട്ടി വരാം, പക്ഷേ വിവാഹം നടക്കില്ല കേട്ടോ എന്ന് പറയാം. അപ്പോൾ അവന്തികയും പറഞ്ഞു, ആര് പറഞ്ഞു വിവാഹം നടക്കണമെന്ന്, വേണ്ട അനിയേട്ടൻ നിശ്ചയത്തിന് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറക്കിക്കൊണ്ടുവന്ന് നിൽക്കുക. അങ്ങനെ അനിയും വിവാഹ നിശ്ചയത്തിന് ഇതൊന്നും അറിയാതെ ഇറങ്ങി വരിക കേട്ടോ, അവന്തികയുടെ ഈ തന്ത്രങ്ങളൊക്കെ. ആ സമയത്ത് നമ്മുടെ നവ്യ ആദർശിന് ഈ വീഡിയോ അയച്ചു കൊടുത്ത് ആദർശ് ഈ വീഡിയോ കണ്ട് ഞെട്ടിപ്പോവാണ്. നാഗേന്ദ്രയുമായിട്ട് അവന്തികയ്ക്ക് ബന്ധമുണ്ടെന്നും അവന്തിക കുടുംബം തകർക്കാൻ വേണ്ടി നാടകം കളിക്കുകയാണെന്നുള്ള വിവരം മനസ്സിലാക്കുകയാണേ.
അപ്പോൾ തന്നെ വിവാഹ നിശ്ചയ സമയത്തേക്ക് ആദർശ് വരികയാണ് സ്ഥലത്തേക്ക് വന്ന് ഈ വീഡിയോ കാണിക്കുകയാണ് എല്ലാവരെയും. എന്നിട്ട് പറയുകയാണ്, എടി അവന്തികെ നീ ചതിക്കായിരുന്നല്ലേ എന്ന് ചോദിക്കും. അയ്യോ ആദർശേട്ടാ ഞാനോ എന്ന് പറഞ്ഞ് കൈ മലർത്തുക. നിനക്ക് നിൻ്റെ അച്ഛനുമായിട്ട് ബന്ധമുണ്ടായിരുന്നല്ലേ, നീ അയാളുമായി ചേർന്ന് ഈ കുടുംബം തകർക്കാനും മുത്തശ്ശനെ തോൽപ്പിക്കാനും വേണ്ടി നടക്കുവാണല്ലേ എന്ന് പറയുമ്പോഴേക്കും അവന്തിക എതിർക്കുക. എല്ലാവരും അന്തം വിട്ട് നോക്കുക, ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ട്. നവ്യ അന്നേരം മനസ്സിൽ കുറിക്കുന്നുണ്ട്, എടി നിന്നെ ഞാൻ പൂട്ടൂന്ന് പറഞ്ഞില്ലേ, പൂട്ടി എന്ന് വിചാരിക്കുക. ആദർശാണെങ്കിൽ ഈ വീഡിയോ മുത്തശ്ശനെയും മറ്റുള്ളവരെയും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നടക്കില്ല, ഇവള് ചതിക്കായിരുന്നു എന്ന് പറയാം. അപ്പം മുത്തശ്ശൻ ഒറ്റ അടി കൊടുക്കുക അവന്തികയ്ക്കിട്ട്. ഇനി നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടു പോകരുതെന്ന് മുത്തശ്ശൻ പറയുന്നൊക്കെയുണ്ട്. അങ്ങനെ നല്ല അടിപൊളി എപ്പിസോഡുകൾ വരാൻ പോവാണ്. വിവാഹ നിശ്ചയം മുടങ്ങുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്